കുട്ടികളുണ്ടാവാതെ ഒരുപാട് ദമ്പതികൾ വിഷമിക്കുന്നുണ്ടല്ലേ നമുക്ക് ചുറ്റും. അപ്പോൾ അതിനൊരു പരിഹാരം ശബരിമലയിലുണ്ട്, അയ്യപ്പസ്വാമിയുടെ അടുത്തുണ്ട്. ശബരിമലയിൽ ഒരു വഴിപാടുണ്ട്, മണി കെട്ടുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളുണ്ടാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാർക്കുണ്ടാവും. അവർക്ക് ആ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു മണി കൊണ്ടുവന്ന് ഭഗവാന് ആദ്യം കെട്ടുക എന്നുള്ളതാണ്. അതിനുശേഷം അവരുടെ കാര്യസാധ്യത്തിന് ശേഷം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിനുശേഷം അവർക്ക് 2 മണിയോ അതിൽ കൂടുതൽ മണിയോ കൊണ്ടുവന്ന് അവിടെ കെട്ടുക. ഇതാണ് അവിടുത്തെ ഒരു വഴിപാട്. ഇതുകൊണ്ട് ഒരുപാട് ഭക്തർക്കാണ് ഇതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാൻ മാത്രമല്ല, നമ്മുടെ ആഗ്രഹം, നമ്മുടെ വിഷമങ്ങൾ എന്താണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ച്, ഇപ്പോൾ ജോലി കിട്ടാനോ വിവാഹം നടക്കാനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം പ്രാർത്ഥിച്ച് ഈ ഒരു മണി കെട്ടുക എന്നുള്ള വഴിപാട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശബരിമലയെക്കുറിച്ച് ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനും ചരിത്രങ്ങളും കാര്യങ്ങളും, ആരാണ് അയ്യപ്പസ്വാമി, ശബരിമലയിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ് ഈ ഒരു ബുക്ക്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അറിയപ്പെടാത്ത അയ്യപ്പ ചരിതമാണ്. രമേശ് ശ്രീലകമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഭഗവാനെക്കുറിച്ചുള്ള നമുക്ക് അറിയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഭക്തിപരമായും യുക്തിപരമായും കണക്ട് ചെയ്ത് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റുന്നൊരു ബുക്കാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങിക്കാനായിട്ട് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമി ശരണം.